most welcome back to our family. അപ്പം ഞാൻ ഒരുങ്ങി നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് സംഭവം ഞാനൊരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് എനിക്ക് കൊറിയർ വന്നത്. അപ്പം അതിൻ്റെ അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. കണ്ടോ, ഇതാണ് ഐറ്റം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 400 സംതിങ് രൂപയ്ക്ക് മേടിച്ചിട്ടുള്ള ഒരു സാധനമാണ്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമേ. സംഭവം നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ബേബി അവിടെ ബഹളം നടത്തുന്നത്. ഞാൻ വീഡിയോ ചെയ്യാൻ നേരം അമ്മാമ്മേനെയും ദേവിനെയും കൂടെ ഏൽപ്പിച്ചിട്ടാണ് പോരുന്നത്. കത്തിയൊന്നും എടുക്കാനുള്ള ക്ഷമ എനിക്കില്ല. അത്യാവശ്യം റിവ്യൂ ഒക്കെ ഉള്ളൊരു സാധനമാണ്. എന്താണെന്ന് ഞാൻ പൊട്ടിച്ചിട്ട് പറയാം. അയ്യോ, കുറേ നാളുകൊണ്ട് വാങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പറ്റിയത്. എനിക്കൊരു കോള് വരുന്നൊരു മിനിറ്റ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് വേണം വീഡിയോ ചെയ്യാനൊന്നും. പക്ഷെ നടക്കാറില്ല, മറന്നുപോകും. അയ്യോ, കത്തി എടുക്കേണ്ടതായിരുന്നു. ഞാൻ നല്ല കോപ്പണായി വന്നിട്ടുണ്ട്. സാധനം ഇതാണ്. കണ്ടോ, വീലൊക്കെ ഉള്ളപ്പോൾ തന്നെ ഒരുവിധം അമ്മമാർക്കൊക്കെ മനസ്സിലായി കാണും എന്തായിട്ടോ. ഇത് നമ്മുടെ ബേബി വാക്കർ. നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാക്കറാണ്. ഇതാണ് ഐറ്റം. ഞാൻ പറഞ്ഞത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇതെങ്ങനെ ഓപ്പൺ ആക്കണമെന്ന് അറിയാൻ വയ്യ. കൈ പൊട്ടിക്കൂടെ? അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. കാശുകൂട്ട് എണീറ്റ് നിൽക്കാൻ തുടങ്ങി. ആള് നടക്കാൻ തുടങ്ങിയിട്ടില്ല. ചെറുതായിട്ട് പിടിച്ചൊക്കെ നടക്കും. പക്ഷേ വലുതായിട്ട് അങ്ങ് നടക്കാൻ തുടങ്ങിയില്ല. അപ്പോൾ ബേബി വാക്കർ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നടക്കുമെന്ന് ഇവിടെ അമ്മാമ്മ ചേട്ടത്തേക്ക് പറഞ്ഞു. ജിത്തുമോന് ചെറുതായിരുന്നപ്പം വാക്കർ ഉണ്ടായിരുന്നു. സോ അവൻ അങ്ങനെയാണ് നടക്കാൻ ശീലിച്ചത്. കൊടുത്തൊരു 10-12 ദിവസത്തിനുള്ളിൽ വാവ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ജിത്തുവിനിപ്പോൾ 7 വയസ്സായേ. ഞാൻ ഇത് നോക്കിയിട്ട് ഞാൻ പറയാം. കൊള്ളാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിങ്ക് കണ്ടിട്ട് ഓക്കെയാണ്. ഇനി ഇത് യൂസ് ചെയ്ത് ഞാൻ കാണിക്കാം. താഴോട്ടാണെന്ന് തോന്നുന്നു. ഇതങ്ങനെയൊന്നും അല്ലടാ. ഇതെങ്ങനെയാണ്? എടാ, ഇതെനിക്ക് അറിയാൻ വയ്യ. ഒരു ബാറ്ററി ഇടാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെയായിട്ട് ബാറ്ററി ഒക്കെ ഇടാനുള്ളതുണ്ട്. ബാറ്ററി എൻ്റെ കയ്യിലുണ്ട്. അത് നമുക്ക് ഇട്ട് നോക്കാം. ആദ്യം ഞാനിത് എങ്ങനെ നോക്കുന്നു എന്നൊന്ന് നോക്കട്ടെ. ഇങ്ങനെ മുകളിലോട്ടാ, താഴോട്ടല്ലായിരുന്നു. പിടിച്ച് പൊട്ടിക്കുമോ? ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. അയ്യോ, ഇപ്പോഴാണ് സാധനത്തിൻ്റെ കുട്ടൻസ് കിട്ടിയത്. കൊള്ളാട്ടോ. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട്. എൻ്റെ വീലും ഒക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. കൊള്ളാം. അപ്പം ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ബേബീനെ ഇതിനകത്ത് ഇരുത്തിയിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. ഇത്ര ഉള്ളോ? അതേണ്ട കണ്ട സാധനം ഇതാണ്. നമുക്ക് ഇരുത്തി നോക്കാം. ഇരിക്കുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. പാട്ടൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം ബാറ്ററി ഒക്കെ ഇട്ട് നോക്കിയിട്ട് ഇതാ വരുന്നത്. ഉള്ളിൽ സ്പോഞ്ച് പോലത്തെ ഒരു സുനാപ്പിയാണ് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളത്.
പിന്നെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കളർഫുള്ളാണ്, മൾട്ടി കളറാണ്. ഇതിൻ്റെ 3-4 കളറുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. കാശി ബേബി ഫസ്റ്റ് ടൈം അവൻ്റെ ബേബി വാക്കറിൽ ഇരിക്കുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ. ഇവിടെ ജാനിമോക്കും ജിത്തുമോനും വണ്ടിയൊക്കെ ഉണ്ട്, കാറും സ്കൂട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഇരുന്ന് ബേബി ഇങ്ങനെ കളിക്കാറുണ്ട്. പക്ഷേ ബേബി വാക്കറിൽ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. കുഞ്ഞ് നടക്കാനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് പിടിച്ച് നടക്കും, അല്ലാണ്ടിട്ട് പിച്ച വെച്ച് തുടങ്ങിയിട്ടില്ല. അങ്ങനെയാണ് എന്ന് വെച്ചാൽ മോനിപ്പോൾ എന്താ ബേബി ഈ മാസമായപ്പോൾ മോന് 11ാമത്തെ മാസമായി. നെക്സ്റ്റ് മന്താണ് ബേബിയുടെ ബർത്ത്ഡേ. 1 വയസ്സാവുകയാണ്. ഓഗസ്റ്റ് 2-ാം തീയതി 2nd മോൻ്റെ ജന്മനാൾ വരുന്നത്. അതായത് മോൻ കർക്കിടക മാസത്തിലുള്ളതാണ്. അയ്യോ, എനിക്കിപ്പോഴും 1 വർഷം പോയ പോക്കറിയാൻ വയ്യ. പെട്ടെന്നാണ് പോയത്. ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് എല്ലാം. പ്രഗ്നൻസിയും ഡെലിവറിയും എല്ലാം അങ്ങനെ ഉണ്ട്. ഓഗസ്റ്റ് 2-ാം തീയതി ജന്മനാൾ. കർക്കിടക മാസത്തിലെ തിരുവാതിരയാണ് മോൻ്റെ കുഞ്ഞിൻ്റെ നാൾ വരുന്നത്. മഹാദേവൻ്റെ നാൾ. നമുക്ക് ഹിന്ദുസിൻ്റെ ഒരു രീതി അനുസരിച്ച് മഹാദേവൻ്റെ നാളാണ്. നല്ല നാളാണ്, കുഴപ്പമൊന്നുമില്ല അല്ലേ ബേബി? മോന് 1.5 വയസ്സൊരു അരിഷ്ടയുണ്ട്. ഇനി ഒരു 6 മാസവും കൂടെ, ബർത്ത്ഡേ കഴിഞ്ഞ ഒരു 6 മാസവും കൂടെ അരിഷ്ടയുണ്ട്. അരിഷ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഡേ വരുന്നത് അന്നല്ല കേട്ടോ, 2-ാം തീയതി അല്ല. മോൻ്റെ ബർത്ത്ഡേ വരുന്നത് 13-ാം തീയതിയാണ്. ഓഗസ്റ്റ് 2-ാം തീയതി ജന്മനാളും ഓഗസ്റ്റ് 13-ാം തീയതി ബർത്ത്ഡേയുമാണ്. ഇംഗ്ലീഷിൽ 13-ഉം മലയാളത്തിൽ തിരുവാതിര നക്ഷത്രം വരുന്നത് ഓഗസ്റ്റ് 2-ാം തീയതിയുമാണ് വരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ ബേബി അങ്ങനെ നടന്നൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ കുഞ്ഞിന് പല്ല് വന്നിട്ടില്ല. എന്താ ബേബിക്ക് പല്ല്? എനിക്കും അതേ കണക്കായിരുന്നു കേട്ടോ. എനിക്ക് 1.5 വയസ്സായപ്പോഴാണ് എനിക്ക് പല്ല് വന്നത്. എനിക്ക് പല്ല് വരാണ്ടിരുന്നിരുന്നിരുന്ന് അവസാനം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് എനിക്ക് 2 കൊമ്പെല്ലാണ് ഫസ്റ്റ് ഡേ വന്നത്. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇന്ന് മെഡിസിൻ തന്നതിൻ്റെ പിറ്റേന്ന് എനിക്ക് പല്ല് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് 2 പല്ലല്ലേ ആദ്യം വരുന്നത്. എനിക്ക് സൈഡിൽ നിന്നുള്ള 2 പല്ല്, ലക്ഷ്യപ്പല്ല് കണക്ക് 2 പല്ലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പറയാറുണ്ട് ദേവുവിനെ കാണുമ്പോഴേ പേടിയാവുമായിരുന്നു, ദേവുവിൻ്റെ പല്ല് കണക്ക് കോമ്പല്ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, യക്ഷിനെ കാണുന്ന കണക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നതെന്ന്. അത് കണക്കിങ്ങനെ ആണോ ബേബി നിനക്ക് വരാൻ പോണത് പല്ല്? എന്തായാലും കുഞ്ഞിന് എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. പല്ല് വന്നില്ല ഭയങ്കര വിഷമമാണ്. അങ്ങനെ എനിക്കറിയാവുന്നൊരു ചേച്ചിനെ, അർച്ചന ചേച്ചിനോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ഒരു 1.5 വയസ്സ് വരെ നോക്കുക, എന്നിട്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചാൽ മതി, അതിന് മുമ്പ് കുഴപ്പമില്ല, അപ്പം എല്ലാ കുട്ടികളുടെയും ജനറ്റിക് ഒരുപോലെ അല്ലല്ലോ എന്ന്. അപ്പം നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ ബേബി വാക്കർ മേടിച്ചത് ഇത് എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് മേടിച്ചില്ല കേട്ടോ. ഗോകുവിനോട് പറഞ്ഞപ്പോൾ ഗോകു പറഞ്ഞത് അവൻ തന്നെ എണീച്ച് നിന്ന് നടന്നൊക്കെ തുടങ്ങട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ വീട്ടുകാർക്ക് ഒരേ നിർബന്ധം, വാക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കുമെന്ന്. ഇവിടെ എൻ്റെ ജിത്തുമോന്, അതായത് ചേട്ടൻ്റെ മോന് ഇതണക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടിട്ട് അവന് ബേബി വാക്കർ മേടിച്ചു കൊടുത്തു. പക്ഷേ വാക്കർ മേടിച്ചു കൊടുത്തതിൻ്റെ അന്ന് തന്നെ കുഞ്ഞ് അതും കൊണ്ടിട്ട് ഓട്ടമായിരുന്നു. ഇപ്പോൾ അവന് 7 വയസ്സായേ, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഈ കാശി ബേബീൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതല്ലാണ്ട് ബേബി വാക്കറിൻ്റെ അത് ഇതുവരെ നടന്നു തുടങ്ങിയിട്ടില്ല. വാക്കറിൻ്റെ അത് ഇരുത്തിയാലും ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിട്ട് ഞാൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം നടക്കും, അല്ലാണ്ടിട്ട് തന്നെ നടക്കാനായിട്ട് ആളിതുവരെയും പഠിച്ചിട്ടില്ല കേട്ടോ. പതിയെ പഠിച്ചോളുമായിരിക്കും. ഇത് വാങ്ങിയിട്ടിപ്പം 3-4 ദിവസം കഴിഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ റേറ്റ് 450 എന്തോ ആയിരുന്നു തോന്നുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. പക്ഷേ ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പാട്ട് കേൾക്കുന്നൊരു സംഭവമുണ്ട് ഫ്രണ്ടിൽ, അത് ഞാൻ ബാറ്ററി ഒക്കെ ഇട്ട് നോക്കി, പക്ഷേ അത് വർക്കിംഗ് അല്ല, പാട്ടൊന്നും കേൾക്കുന്നൊന്നുമില്ല. പിന്നെ വീൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനങ്ങുന്നുണ്ട്. ഇവൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടിട്ടാണോ എന്നും എനിക്ക് അറിയാൻ വയ്യ. അപ്പം ഞാൻ പറയുന്നത് ഓൺലൈനിൽ നിന്ന് ഈ ഒരു സാധനം വാങ്ങണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിപ്പോൾ ഒരു 1 വീക്ക് അടുപ്പിച്ചാവുന്നു ഇത് മേടിച്ചിട്ട്. അപ്പോൾ 1 വീക്ക് കൊണ്ടിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൊണ്ടിട്ട് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഓൺലൈനിൽ നിന്നായിരിക്കുമല്ലോ കൂടുതലും. ഞാനിപ്പം അല്ലാണ്ടിട്ട് മോന് കുറച്ച് സാധനം കൂടെ ഓൺലൈനിൽ നിന്ന് മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതങ്ങ് മാറ്റി വെച്ച് ഗോകുവോട് വിളിച്ചു പറഞ്ഞു, ഗോകു ഇതാണ് കുറച്ച് സാധനങ്ങൾ വേണം. ആൾ കാർഗോയിലയക്കും, ഷിപ്പിലയക്കും. സോ കാർഗോ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഇനിയിപ്പോൾ ഒന്നും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങുന്നില്ല. വണ്ടി അങ്ങനെയുള്ളതൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങുന്നില്ല. എന്തിനാ വെറുതെ പൈസ കളയുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പം കുഞ്ഞിന് പക്ഷേ കളിക്കാനത് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ലോഗ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു.